എന്റെ മനുഷ്യന്മാരെ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു വീഡിയോയിൽ മെൻസ്ട്രൽ കപ്പ് എന്നൊരു വാക്ക് ഞാൻ യൂസ് ചെയ്ത് പോയെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പുകിലാ കമന്റ് ബോക്സിൽ ഉണ്ടാക്കിയേക്കുന്നേ. അത് മുഴുവനായിട്ട് കണ്ടിട്ടില്ല. ആകെ അറിയാവുന്നത് മെൻസ്ട്രൽ കപ്പിൽ നിന്ന് ഞാൻ പീരീഡ്സ് പാഡിലോട്ട് സ്വിച്ച് ആയെന്നുള്ളത് മാത്രമാണ്. ഒരുപാട് പേര് പറയാനുള്ളത് സൈഡിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോക്കകത്ത് ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടില്ല മെൻസ്ട്രൽ കപ്പ് കാരണമാണ് എനിക്ക് യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടായെന്നുള്ളത്. ഇത് ചുമ്മാ അങ്ങ് ഊഹിച്ചെടുത്ത് ഓരോന്നങ്ങ് പറയുകയാണ്. മുഴുവനായിട്ട് കണ്ടിട്ടെങ്കിലും പറയണ്ടേ, അറ്റ്ലീസ്റ്റ് ആ ക്യാപ്ഷനെങ്കിലും വായിച്ചു നോക്കിയിട്ട് വേണ്ടേ കമന്റ് ഇടാനായിട്ട്. അതൊക്കെ പോട്ടെ, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ യൂട്രൈൻ പ്രൊലാപ്സ് എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പോയി ഡോക്ടറെ കണ്ടത് എന്നുള്ളത്. അത്രയും നാളെ ഞാൻ സ്വന്തമായിട്ട് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ നോക്കി ഇരിക്കുവായിരുന്നേ. സെർച്ച് ചെയ്ത് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ക്യാൻസർ വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡോക്ടറെ പോയി കണ്ടത്. ഉള്ള കാര്യം പറയാലോ. ഈ ഒരു കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഡോക്ടറെ പോയി കാണണം. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിനറി ഇഷ്യൂസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക, അല്ലെങ്കിൽ യൂറിൻ ലീക്കേജ് ഉണ്ടാവുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാഡർ ഇഷ്യൂ. എപ്പോഴും നമ്മുടെ ബ്ലാഡർ ഫുൾ ആയിട്ടിരിക്കണം. നമുക്ക് എപ്പോഴും എന്നുവെച്ചാൽ ഫുൾ ആയിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് പക്ഷെ ഫുൾ ആയിട്ട് ഇരിക്കുമല്ലായിരിക്കും, നമുക്ക് യൂറിൻ പാസ് ചെയ്യാനില്ലായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് പാസ് ചെയ്യണമെന്ന് തോന്നും. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതും അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും, ഒരു 10-30 മിനിറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ യൂറിൻ പാസ് ചെയ്തിട്ട് വന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നും. ചിലപ്പോൾ 2-3 മിനിറ്റ് പോകും, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല പോകാനായിട്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബവൽ ഇഷ്യൂസ് ആണ്. അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതും ആവാം, അല്ലെങ്കിൽ വേറെ പല അസുഖങ്ങൾക്കും അത് വരാറുണ്ട്, പല സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്ക് ഇതൊക്കെ കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഡൗട്ട് തോന്നി ഞാൻ സെർച്ച് ചെയ്ത് തുടങ്ങിയത്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഇന്റർകോഴ്സിൽ പെയിൻ വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ടോ പെയിനോ അതിനിടയ്ക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വജനൽ ബൾജിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, എന്തോ ഒരു ഇത് നമ്മുടെ വചനക്കകത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ ഒരു തോന്നല. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡോക്ടറെ പോയി കണ്ടത്. ഗൈനക്കിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്ത് നോക്കി കഴിയുമ്പോൾ കാര്യം അറിയാൻ പറ്റും, ടെൻഷൻ ആവേണ്ട. ഇങ്ങനെ യൂട്രസ് ചെറുതായിട്ട് താഴ്ത്തിറങ്ങി വരുന്നുണ്ട്, വലിയ ഒരുപാട് ഇത് വന്നിട്ടില്ല, സ്റ്റിച്ച് ചെയ്യേണ്ടതോ സർജറി നടത്തേണ്ടതോ രീതിയിലൊന്നും എത്തിയിട്ടില്ല, നമുക്ക് ശരിയാക്കാവുന്നുള്ളൂ, കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ മതി. ഓൾറെഡി നമ്മുടെ പ്രൊലാപ്സ് വന്ന സ്ഥിതിക്ക് വീണ്ടും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡിസ്കംഫർട്ട് ആയിരിക്കും. അങ്ങനെ ഡോക്ടർ പറഞ്ഞ എക്സസൈസ് 5-6 മാസത്തേക്ക് ഞാൻ മെൻസ്ട്രൽ കപ്പും കൂടെ നിർത്തിയതിന് ശേഷമാണ് എനിക്കിത് നോർമൽ ആയിട്ട് വന്നത്. എനിക്കുണ്ടായിരുന്ന സിംറ്റംസ് ഇതാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു സിംറ്റംസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബും ഗൂഗിളും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാതെ ഏതെങ്കിലും ഒരു ഡോക്ടറെ, നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക, വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. വേറെ ഒന്നുമില്ല. താങ്ക് യു.